ഈ ഒരു ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ എങ്ങനെ കെട്ടിയെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. വെറുതെ അങ്ങോട്ട് ചുറ്റി മടക്കി കെട്ടിയതായിരുന്നു, പക്ഷെ കെട്ടി വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതായത് എനിക്ക് തോന്നിയൊരു അഭിപ്രായമാണ്. നല്ല വൃത്തിയായിട്ട് നല്ല ഫിനിഷ് ആയിട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് ചില സമയത്ത് വല്ല ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈമിൽ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നും. പിന്നെ നമുക്ക് ആ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ എത്രയായാലും ആ ഒരു പെർഫെക്ഷൻ വരാറില്ലല്ലോ. അതേപോലെ കിട്ടിയ ഹെയർ സ്റ്റൈൽ ഉണ്ടോ, ചിലപ്പോൾ നാളെ എനിക്ക് ഇങ്ങനെ കെട്ടാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അതെ, അതുകൊണ്ട് ഞാനത് അഴിക്കാനും നിന്നില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ മുടി പുട്ടപ്പ് ചെയ്തിട്ട് എങ്ങോട്ടും പോവാറൊന്നുമില്ല കേട്ടോ. അഴിച്ചിട്ടൊക്കെയല്ല പോവാറ്. പക്ഷെ എനിക്കിതെന്തോ അഴിക്കാൻ തോന്നിയില്ല കേട്ടോ. അപ്പൊ നമ്മളിതേ പട്ടാമ്പിക്കാണ് പോണത്. ഈ ഒരു സമയത്ത് സാധാരണ ഇത്രയും ബ്ലോക്ക് വരാറില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ എന്ത് ഇങ്ങനെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ലോഡൊക്കെ കൊണ്ടുപോകുന്ന വണ്ടി ഉണ്ടല്ലോ പഞ്ചറായിട്ട് അത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതിന്റെ ബ്ലോക്കാണ് ഈ കാണണത്. നല്ല രീതിക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഈ നേരത്തെ ഉണ്ടാവാറില്ല. പിന്നെ നമ്മളിത് മൻസൂർക്കാട്ട വന്നേക്കണത് പട്ടാമ്പിക്ക്. ഇത് ഈ കൈ നീട്ടി കാട്ടണത് വിൻഷന്റെ അനിയനാണ് കേട്ടോ. അതായത് മേമയുടെ മോനാണ് കേട്ടോ. അവനിവിടെ വർക്ക് ചെയ്യണത്. അപ്പൊ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇതേ ഓടി പെടഞ്ഞെടുക്കുന്നുണ്ട്. ഇന്നാണെങ്കിൽ കുറച്ച് കൂടുതൽ സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. ഒരുപാട് സാധനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാം കൂടി ഒന്ന് വാങ്ങാണ്ടായിരുന്നു. അതാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഇതാട്ടാ വിൻഷേട്ടന്റെ മേമയുടെ മോൻ, സ്വന്തം മേമയുടെ മോനാട്ടോ. പിന്നെ ഇതിപ്പോ എന്റെ കയ്യിലിരിക്കുന്ന ഈ പാക്കറ്റ് ഉണ്ടല്ലോ, അത് ദാഹശമിനി ആട്ടോ. നമ്മളിവിടെ ജഗ്ഗിൽ വെള്ളം വെക്കുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് എന്താ വെള്ളത്തിന് ഇങ്ങനെ കളറെന്ന്. ഇത് ദാഹശമിനി ഇട്ടിട്ടാണ് നമ്മളിവിടെ വെള്ളം തിളപ്പിക്കാറ് കേട്ടോ. അതിന്റെയാണ്. പിന്നെ ചന്ദനത്തിരി, വിളക്കെണ്ണ, പിന്നെ തേജപ്പനുള്ള പാപ്പു, അങ്ങനെ ഒരു വിധത്തിലധികം കുറെ സാധനങ്ങൾ ഇന്ന് എടുത്തിട്ടുണ്ട്. തേജപ്പനാണെങ്കിൽ ഇത് ഇങ്ങനത്തെ കളർ നോട്ട്ബുക്ക് കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് 2 അതും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ദൈവം ബില്ലടിക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവന്റെ അടുത്ത് ഇങ്ങനെ കത്തി വെച്ച് കുറച്ചു നേരം നിന്നു. പിന്നെ ഇതേ ബില്ലടിച്ച് തുടങ്ങിയിട്ടാ. അങ്ങനെ നമ്മള് ബില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ ഇതേ നിൽക്കുന്നത് വിൻഷേട്ടന്റെ ചെറിച്ചനും കൂടിയാണ് കേട്ടോ. അവിടെ ചെറിച്ചനും ഇതേ മേമയുടെ മോനൊക്കെ ഇവിടെ തന്നെയായിട്ട് വർക്ക് ചെയ്യണത്. അങ്ങനെ ഇതേ നമ്മൾ ബില്ലടിക്കാനാണ് നിൽക്കണത്. അങ്ങനെ ലാസ്റ്റ് ബില്ലൊക്കെ അടിച്ച് ഇതേ ബില്ലാണ് കേട്ടോ എന്റെ കയ്യിലിരിക്കുന്നത്. വലിയ നീളമൊന്നും ഇല്ല, പക്ഷെ എന്നാലും കുറച്ച് നീളം കൂടുതലുണ്ട് ബില്ലിന്. പിന്നെ വിൻഷേട്ടൻ എപ്പോഴും പറയുന്ന ഡയലോഗ് തന്നെ, നിന്റെ നാക്കിന്റെ അത്ര നീളമൊന്നും ഇല്ല ബില്ലിന് കിട്ടാം. പിന്നെ തേജപ്പന് ഇത് ഐസ്ക്രീം വേണം പറഞ്ഞപ്പോൾ അതും വാങ്ങി. പിന്നെ ഇത് അവരോടൊക്കെ അവിടെ നിന്ന് ടാറ്റൊക്കെ പറഞ്ഞിട്ട് നമ്മളത് എല്ലാ സാധനങ്ങളും കൊടുത്തിട്ട് അടിയിലേക്ക് പോവാട്ടോ, വണ്ടിയിലേക്ക്. അങ്ങനെ കുറഞ്ഞ കിറ്റ് ചെറിയൊരു കിറ്റാക്കിയിട്ട് നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ വെക്കാനുള്ള രീതിയിലാക്കിയിരുന്നു. പിന്നെ ഇതായിരിക്കുന്ന ചാകം കൂടി നമുക്ക് എടുക്കേണ്ടതാട്ടോ. അത് ഫ്രണ്ടിൽ വെക്കണം, എങ്ങനെയെങ്കിലും കുത്തിത്തിരികെ എങ്ങനെയൊക്കെ വെച്ചുവിട്ടെ. എനിക്ക് വെക്കാൻ പറ്റിയില്ല. വിൻഷേട്ടൻ തന്നെയാണ് അതിങ്ങനെ സൈസാക്കി വെച്ചത്. പക്ഷെ തേജപ്പന് ഇരുത്തിയപ്പോൾ അവന് കാല് വെക്കാൻ പറ്റണില്ല പറഞ്ഞിട്ട് കുറച്ച് നേരം ഒരു കുറഞ്ഞടിച്ചു കേട്ടോ. പിന്നെ അത് ഇങ്ങനെ ചവിട്ടി പിടിച്ചോന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് കയറ്റിയിരുന്നു. പിന്നെ കുറച്ച് നേരത്തേക്ക് ഞാൻ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. കാരണം വിൻഷേട്ടന്റെ കാല് വെച്ചേക്കണത് കണ്ടിട്ടോ. ഒന്നാമത് വിൻഷേട്ടന്റെ കാലിന് ഭയങ്കര നീളാണ് കേട്ടോ. അതിന്റെ ഇടയ്ക്ക് ഇതേ കാല് ഇങ്ങനെ കൊണ്ട് ഇരിക്കണപ്പോഴേക്ക് പെട്ടെന്ന് ചിരി വന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ചിരിച്ചിട്ടായിരുന്നു പോയത്. പിന്നെ പകുതിക്ക് ചെറിയ രീതിക്ക് ഒരു മഴയും കൂടി കിട്ടിയപ്പോൾ നമ്മളത് എവിടെയോ കയറി നിന്നോട്ടോ, ഒരു കടയുടെ മുമ്പിൽ. പിന്നെ ഒന്ന് മഴ തുറന്നപ്പോൾ നമ്മൾ വീണ്ടും പോന്നു. പക്ഷെ പകുതിക്ക് വീണ്ടും മഴ കിട്ടിയിട്ട് ഞാങ്ങാട്ടി എത്തണേക്കാൻ മുന്നേ തന്നെ അങ്ങനെ അതേ നമ്മൾ ഇവിടെ കയറി നിന്നോട്ടെ. ഇവിടെ എന്താ പ്രത്യേകത വെച്ചാൽ ഇവിടെ കുറെ മീൻകുട്ടികളും അതുപോലെ തന്നെ കിളികളും അങ്ങനെ എന്തിനൊക്കെ സെയിൽ ചെയ്യുന്ന സ്ഥലമായിട്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് നേരം അവിടെ നിന്നപ്പോൾ നേരം പോയിട്ടാ. പിന്നെ നമ്മൾ നേരത്തെ വീട്ടിൽ കേട്ടപ്പോൾ എന്താ. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.